ഹലോ ഹലോ, ഞാൻ ഈ ഒരുങ്ങുന്നത് എങ്ങോട്ടാന്നല്ലേ? ഇന്ന് ഗീ റോസ്റ്റ് കഴിക്കാൻ ഭയങ്കര പൂതി. അപ്പോൾ നമ്മുടെ ഇവിടെ മിസ്റ്റർ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടുത്തെ മസാല ദോശ ഇങ്ങനത്തെ ഐറ്റംസാണ് അവിടെ ഉള്ളത്. ചോറും അങ്ങനെയൊന്നുമല്ല, മസാല ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ, ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ. അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. അപ്പം ഇച്ചാൻ 5 മണിയാകുമ്പോൾ വരും. അപ്പം ഇച്ചാൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഇച്ചാനും മടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു റെഡിയായി നിന്ന് കഴിഞ്ഞാൽ ഞാൻ വരുന്ന സമയത്തേക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ എന്നെ കൊണ്ടുപോയില്ല ചിലപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ അങ്ങ് ഒരുങ്ങി വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഇച്ചാൻ വരുമ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഗീ റോസ്റ്റ് ചെയ്യിക്കാൻ ഇതൊന്ന് പിടിക്കോ. എന്നോട് പറയാം എനിക്ക് വല്ലാത്ത ക്രിമിനടിയാണ് ഒരു ഗീ റോസ്റ്റും ഒരു ഉഴുന്നോടെ കഴിക്കാൻ പോകുന്നതിന്. എന്താ ഞാൻ ചെയ്യാ? വീട്ടിൽ കയറി ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ബുദ്ധിമുട്ടിക്കണ്ട, ഞാനായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഹലോ, അങ്ങനെ നമ്മൾ ഷോപ്പ് എത്തിയേ. സോ നമ്മളൊരു 5 മീൻസ് ആ ടൈമിൽ പോയോണ്ട് വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. സോ ഇത് വൺ ഓഫ് ദി ഫേവറേറ്റ് സ്പോട്ടാണ് എൻ്റെ ഇവിടുത്തെ ഖത്തറിലുള്ള. ആൻഡ് ആ ചേട്ടന് നമ്മളെ നല്ല പരിചയമാണ്. പുള്ളി നമ്മളെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, കുറേ ആയാലും കണ്ടിട്ട് ഇപ്പോൾ വരാറില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഫുഡാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിലൊക്കെ സാമ്പാർ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് സാമ്പാറൊക്കെ കിട്ടുക. കണ്ടോ, നമ്മൾ എത്ര ചോദിച്ചാലും തരും. പിന്നെ എന്ന് വെച്ചാൽ സാധാരണ കടയിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റം കിട്ടുന്ന ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ സാമ്പാർ വെള്ളമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് പക്ക ഇത് തിന്ന് കഴിഞ്ഞ് വയറ് ഫുള്ളായിട്ട് ഇറങ്ങിയപ്പം എന്തൊരു സമൃദ്ധിയായിരുന്നു എന്നറിയോ. സംതൃപ്തി അല്ലേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.